മടങ്ങി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയിലെ തിരുത്തൽ നടപടികളുടെ ഭാഗമായുള്ള CPMന്റെ മേഖലാ യോഗം കോഴിക്കോട് ആരംഭിച്ചിരിക്കുന്നു. 4 ജില്ലകളിൽ നിന്നുള്ള ലോക്കൽ സെക്രട്ടറിമാർ മുതലുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനപ്പെട്ട വിലയിരുത്തലുകളിലേക്കാണ് CPM കടക്കുന്നത്. തോൽവി എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് മേഖലാ തലത്തിൽ വിശദീകരിക്കുകയാണ് CPM. ഒപ്പം തന്നെ ദേശീയ തലത്തിൽ സീതാറാം യെച്ചൂരിയുടെ അടക്കമുള്ള സാന്നിധ്യവും ഇന്നത്തെ കോഴിക്കോട് യോഗത്തിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, മേഖലാ റിപ്പോർട്ടിംഗ് പലയിടങ്ങളിലായി നടന്നു വന്നു. ഇന്നലെ കണ്ണൂരിൽ ഉണ്ടായിരുന്നു, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ റിപ്പോർട്ടിംഗ് നടന്നു. ഇന്ന് കോഴിക്കോട് നടക്കുമ്പോൾ CPM തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ സീതാറാം യെച്ചൂരി പോലെയുള്ള കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യം നിർണായകമാണ്. കാരണം സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുന്നതിന് വിഭിന്നമായ നിലപാട് ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നതാണ് നിലവിൽ ലഭ്യമാവുന്ന സൂചനകൾ. എങ്ങനെയാണ് ഈ മേഖലാ റിപ്പോർട്ടിംഗ് പുരോഗമിക്കുന്നത്, ഒപ്പം അതിൻ്റെ രാഷ്ട്രീയം? അനീഷ്. സജിത്ത്, ഞെട്ടിക്കുന്ന ഒരു തോൽവി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായത്. അടിമുതൽ മുടി വരെയുള്ള പരിശോധനകൾ ഇക്കാര്യത്തിൽ വേണമെന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അടക്കം എത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നേരത്തെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പശ്ചിമബംഗാളും ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങൾ പിന്നീട് പാർട്ടിക്ക് തിരിഞ്ഞു നോക്കാനാവാത്ത വിധം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. അവിടെയൊക്കെ BJP പിന്നീട് ക്രമാനുഗതമായി പിടിമുറുക്കുന്ന കാഴ്ച കണ്ട് കേരളത്തിലും ഏതാണ്ട് അത്തരത്തിലേക്ക് നീങ്ങുന്ന ചില സ്ഥിതിഗതികളാണ് ഇപ്പോൾ ഉള്ളതെന്ന വിലയിരുത്തലുണ്ട്. അത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കാര്യമായ വോട്ട് വീതം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ ജനറൽ സെക്രട്ടറി അടക്കം പങ്കെടുത്തുള്ള മേഖലാ യോഗങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്നലെ കണ്ണൂരിന് പിന്നാലെയാണ് ഇന്ന് കോഴിക്കോട് യോഗം നടക്കുന്നത്. കോഴിക്കോട് നടക്കുന്ന യോഗത്തിൽ വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നു. പ്രധാനമായും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള ആളുകളാണ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ അടക്കം വിശദീകരിച്ചത് ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായ കേരളത്തിലെ ജനവിധി എന്നാണ്. കോൺഗ്രസിന് അപ്രതീക്ഷിതമായ വോട്ടുകൾ ലഭിച്ചപ്പോൾ അത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പിന്തുണയായി കൂടി വിലയിരുത്തപ്പെട്ടു. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ അത് CPMലേക്ക് കേന്ദ്രീകരിക്കാതെ മറുവശത്തേക്ക് കേന്ദ്രീകരിക്കുന്നതിനുള്ള ഒരു ഇടയുണ്ടായി എന്നീ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ കേന്ദ്ര കമ്മിറ്റി പൂർണ്ണമായും, അല്ലെങ്കിൽ പാർട്ടിയുടെ കേന്ദ്ര ഘടകം പൂർണ്ണമായും ഈ വാദങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഒരു പരിധിവരെ ഉണ്ടായി എന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഒപ്പം ക്ഷേമ പെൻഷൻ അടക്കം കൃത്യമായ സമയത്ത് വിതരണം ചെയ്യാത്തതും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ളവയും പരാജയത്തെ ബാധിച്ചു. ഒപ്പം ഈ സാമൂഹ്യ സമവാക്യങ്ങൾ, അല്ലെങ്കിൽ മത സമുദായ സംഘടനകളെയും മറ്റുമൊക്കെ കൂടെ നിർത്തുന്നതിൽ വലിയ തോതിലുള്ള പരാജയം കേരളത്തിൽ സംഭവിച്ചു എന്ന വിലയിരുത്തലുമുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അടങ്ങിയ റിപ്പോർട്ടാവും പാർട്ടി ജനറൽ സെക്രട്ടറി ഇവിടെ ഈ യോഗത്തിൽ അവതരിപ്പിക്കുക. ഒപ്പം സംസ്ഥാന ഘടകത്തിൽ ഉണ്ടായ വിലയിരുത്തൽ, നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റും മറ്റുമൊക്കെ ചേർന്ന് പരാജയത്തെപ്പറ്റി വലിയ ഗൗരവമായി തന്നെയുള്ള വിലയിരുത്തലുണ്ടായി. എന്തായാലും ത്രിപുരയിലും ബംഗാളിലുമൊക്കെ ഉണ്ടായ പോലെ ഒരു സാഹചര്യം വന്നാൽ തിരിച്ചു പോകാനാവാത്ത അവസ്ഥ കേരളത്തിലും ഉണ്ടാവും എന്നാണ് ഇന്നലെ കണ്ണൂരിലെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഇവിടെയും പറയും. ഇതിനുശേഷം മറ്റ് താഴെ തട്ടിലേക്കുള്ള യോഗങ്ങൾ പുരോഗമിക്കും. കൊച്ചിയിലും കൊല്ലത്തുമൊക്കെ ഇനി മേഖലാ റിപ്പോർട്ടിംഗ് നടക്കാനിരിക്കെ എന്തായാലും എല്ലാ തരത്തിലും ഈ പാർട്ടി ഒരു വശത്തേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നു. പാർട്ടി നേതാക്കൾ, പ്രാദേശിക തലത്തിൽ വരെയുള്ള നേതാക്കൾക്ക് അമിത അധികാര പ്രവണതയുണ്ട്. തുടർച്ചയായുള്ള ഭരണം പ്രവർത്തകരെ അലസരാക്കുന്നു തുടങ്ങിയ പലതരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇതിനകം തന്നെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്മേലുള്ള റിപ്പോർട്ടിംഗ് നടക്കും. പിന്നീട് പാർട്ടി കീഴ്ഘടകങ്ങളിൽ വിശദമായ ചർച്ചയും ഈ വിഷയത്തിൽ നടക്കും. എന്തായാലും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു, ഈ മേഖലകളിലുള്ള. അനീഷ്, ഒരു കാര്യം, ഈ സീതാറാം യെച്ചൂരി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? സാധാരണ അങ്ങനെ ഒരു പതിവ് ജനറൽ സെക്രട്ടറി ഇവിടെ വന്ന് മാധ്യമങ്ങളെ കാണുന്ന പതിവില്ല. പക്ഷേ ഇന്ന് ഈ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ യെച്ചൂരി മാധ്യമങ്ങളെ കാണുന്നത്? അത് പ്രതീക്ഷിക്കണോ? രാവിലെ അദ്ദേഹം ഈ യോഗസ്ഥലത്തേക്ക് എത്തി അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ മാധ്യമങ്ങൾ പ്രതികരണത്തിനായി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മടങ്ങും വഴി നിങ്ങളെ കാണാമെന്ന രീതിയിലാണ്. ഒരു ഔദ്യോഗിക വാർത്താ സമ്മേളനമായി വിളിച്ചു ചേർത്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കാണാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന ശേഷം സാധാരണഗതിയിൽ സീതാറാം യെച്ചൂരി വാർത്താ സമ്മേളനം വിളിച്ചാണ് പാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാറ്. എന്നാൽ ഡൽഹിയിൽ അത്തരത്തിലൊരു വാർത്താ സമ്മേളനം ഉണ്ടായില്ല എന്നത് ഒരു വാർത്തയായി മാറിയിരുന്നു. ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് അന്ന് ഈ
കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായി ഇറങ്ങുകയും ചെയ്ത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് രാവിലെ അദ്ദേഹത്തെ മാധ്യമങ്ങൾ കാണാൻ ശ്രമിക്കുകയും അദ്ദേഹം ഈ യോഗം കഴിഞ്ഞ് മടങ്ങും വഴി നിങ്ങളെ കാണാം എന്ന് അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഒരു ഒന്നരോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന വിവരം തന്നെയാണ് നമുക്ക് നൽകാനുള്ളത്. നമ്മളോട് അടക്കം പറഞ്ഞത് ഈ യോഗത്തിന് ശേഷം കാണാമെന്നാണ്. സജിത്ത്, എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോട് മേഖല റിപ്പോർട്ടിങ്ങിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം CPM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അമ്പേ പാളിയ ഇടമായിരുന്നു മലബാർ. അതുകൊണ്ട് ആ പാളിയ തന്ത്രങ്ങളിൽ എങ്ങനെ തിരുത്തൽ വരുത്തും, CPM തിരുത്തൽ വരുത്തിയാൽ ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റം അടക്കം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലെ മാറ്റങ്ങൾ അടക്കം വലിയ വിശദമായ ചർച്ചകൾക്ക് ഇടവെക്കുകയും ചെയ്യും.